അദ്ദേഹം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിന്തകൾ ആ രീതിക്ക് കൂടി പോകുന്നുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ ഇലന്തൂരിൽ കണ്ടപ്പോൾ ഏറ്റവും പ്രതിസന്ധിയായി നിന്നൊരു ഘട്ടമുണ്ട്. ഇനിയും മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടോ എന്ന് മലയാളി ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന എത്രയോ മണിക്കൂറുകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമുണ്ടായിരുന്നു. ആ പറമ്പ് മുഴുവനും കിളച്ചു പരിശോധിക്കേണ്ടി വന്നു, ഓരോ ഭാഗങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത്തരത്തിലൊരു ആഭിചാരക്രിയ അതിന് പിന്നിലുണ്ട്, നിങ്ങളുടെ നാട്ടിൽ നടന്ന കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം ഉയരാനുള്ള സാധ്യതയുണ്ട്. താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇവര് ഒരു 8-9 മാസമായിട്ടുള്ളൂ നമ്മുടെ കാഞ്ചിയാറ്റിൽ ഈ കക്കാട്ടുകടയിൽ ഈ വീട്ടിൽ താമസം ആരംഭിച്ചിട്ട്. അന്ന് ആരംഭിച്ച നാള് മുതൽ ഈ തൊട്ട അയൽപക്കംകാരുമായിട്ടോ മറ്റോ ആരുമായിട്ടോ ഇവർ യാതൊരു ബന്ധവും സ്ഥാപിച്ചില്ല എന്നുള്ളതിനപ്പുറം ആരെയും അങ്ങോട്ട് കടത്തിവിടുന്നില്ലെങ്കിൽ ആരുമായിട്ട് അവിടെ ആളുതാമസം ഉണ്ടെന്ന് പോലും അറിയുന്ന രീതിയിലുള്ള ഒരു വെളിച്ചവും പുറത്തു വരാതെയാണ് ഇവിടെ നടന്നിരുന്നത്. ഒരുപക്ഷെ ഈ മോഷണ ശ്രമത്തിനിടയിലെ ഈ സുധീഷ് എന്ന് പറയുന്ന നിതീഷ് എന്ന് പറയുന്ന ആള് അവിടെ വെച്ച് പിടിക്കപ്പെടുമ്പോൾ അദ്ദേഹം പോലും പോലീസിനോട് പറഞ്ഞത് എന്റെ വീടാണ്, ഇത് ഞാനിവിടെ വീട്ടില് മുയലിന് തീറ്റ പറിക്കാൻ പോയിട്ട് വരുന്ന സമയത്താണ് എന്ന് പറഞ്ഞാണ് ഈ പോലീസ് അദ്ദേഹത്തിന് പിടികൂടുന്നത്. ആ പിടികൂടി കഴിഞ്ഞ് മൊഴി മാറ്റത്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് പിടിക്കുകയും ഈ മോഷണ ശ്രമത്തിനിടയിൽ പിടിച്ചുകൊണ്ട് ഇവരുടെ മാതാപിതാക്കൾ അന്വേഷിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിജയൻ എന്ന് പറയുന്ന ആളെ ഇവിടുന്ന് കാണാതായിട്ടുണ്ടെന്നും ഈ അദ്ദേഹത്തിന്റെ മകനാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്കും പേടിയാണ്, ഇവരെ എന്റെ അളിയൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അളിയൻ എന്റെ പിതാവിനെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് ഉള്ള വേറെ നാട്ടുകാർ പോലും ആണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാല് ഈ ആഭിചാരക്രിയകൾ എന്ന് പറഞ്ഞാൽ ആ വീട്ടിന്റെ ഉള്ളു പരിശോധനയിൽ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് അവിടെ ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇല്ലെങ്കിൽ അവരെ അതിനെ അഡിക്റ്റ് ആക്കി ഈ വെച്ച ആളാണ് ഈ കൊലപാതകി. സുരേഷ്, ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, നേരത്തെ ശ്രീ ജോർജ് ജോസഫ് സാർ പറഞ്ഞത് അവരെ ഈ ചങ്ങലക്കിട്ടിരുന്നു എന്നാണ്. അക്ഷരാർത്ഥത്തിൽ ചങ്ങലക്കിടുകയായിരുന്നു, അതോ അവർ നൽകിയ നിർദ്ദേശങ്ങൾ അതുപോലെ പാലിക്കണം അല്ലെങ്കിൽ പുറത്തേക്ക് പോകരുതെന്ന് വാക്കാൽ വിലക്കിയിരിക്കുകയായിരുന്നു? ഇല്ല, അത് ചങ്ങലക്കിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല വീട്ടിൽ. ആ വീടിനുള്ളില് തറയില് ഈ മാതാവ് കിടന്നെന്ന് പറയുന്ന സ്ഥലം ഒരു തറയിൽ വിരിച്ച് ഒരു പുൽപ്പാ വിരിച്ച് അത്തലാണ് കിടന്നത്. ഈ മകള് ഈ വിദ്യാവിജയൻ എന്ന് പറയുന്ന പെൺകുട്ടി താമസിച്ചിരുന്ന ഒരു മുറിയില് ഒരു ബെഡ് വിരിച്ച് അവിടെ കതക പൂട്ടോ അത് ചങ്ങല അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ആ മുറികളെല്ലാം വളരെ അലങ്കോലപ്പെട്ടും ഇല്ലെങ്കിൽ ആ നടന്നു പോകാനുള്ള വഴി മാത്രം ഉള്ളത് കൊണ്ടും അവിടെ ആ മുറിയിൽ വെച്ച് തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക. അടുക്കളയിലല്ല, ഈ വിദ്യാവിജയൻ എന്ന് പറയുന്ന കുട്ടി താമസിച്ചിരുന്ന ആ റൂമിലാണ് ഭക്ഷണം. അത് ഒരു അറ്റാച്ച്ഡ് റൂമാണ്. അതിൻ്റെ അകത്ത് തന്നെയാണ് ഭക്ഷണവും പാകം ചെയ്ത് കഴിച്ച ലക്ഷണങ്ങൾ ആ ബെഡിൽ കിടന്നിരിക്കുകയാണ്. ആ ഒരു ബെഡ് തറയിൽ വിരിച്ചിട്ടുണ്ട്. അവിടെ കിടന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ആ മുറിക്ക് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി തന്നെ അവിടെ ഒരു കറുത്ത പ്ലാസ്റ്റിക്കിന് ഒരു മറ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ വീടിനകത്തേക്ക് വെളിച്ചം കയറാത്ത നിലയിലായിരുന്നു എല്ലാ വാതിലുകളും ജനലുകളും ഒക്കെ അടച്ചിരിക്കുന്നത്. അതൊക്കെ ശരിയാണോ? അതെ, എല്ലാ വാതിലുകളും കർട്ടനും, അതായത് പ്രത്യേകിച്ച് കർട്ടൻ, അതായത് മുഴുവനും ഇരുട്ടാകുന്ന രീതിയിൽ കർട്ടൻ വെച്ച് മറച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇവിടെ കറുത്ത പ്ലാസ്റ്റിക് വെച്ച് ഈ ഒരു പൂജാമുറി ഒരു പ്രത്യേകം തയ്യാർ ചെയ്യുകയും അതിനോടനുബന്ധിച്ച് തന്നെ ഈ മാതാവും ഈ മകളും തമ്മിൽ പരസ്പരം കാണാതിരിക്കാനാണോ എന്നറിയത്തില്ല, അവിടെയും ഒരു കറുത്ത പ്ലാസ്റ്റിക്കിന്റെ ഒരു മറ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീ